1925 ഡിസംബർ 11 ഭാഗ്യസ്മരണാർഹനായ പിയൂസ് പാപ്പ പുറപ്പെടുവിച്ച ക്വസ് പ്രിമാസ് എന്ന ചാക്രിയ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്തു. ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഇന്ന് ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. ലോകസുഖങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്ന ഇന്നത്തെ സമൂഹത്തിന് ദൈവരാജ്യത്തിൻ്റെ രാജാവിനെ അംഗീകരിക്കുക പ്രയാസമായിരിക്കുന്നു. ക്രിസ്തു രാജാവായി ഇന്നും എന്നേക്കും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ രാജ്യത്ത്, സമൂഹങ്ങളിൽ, ആത്യന്തികമായി എല്ലാ സൃഷ്ടികളുടെയും മേൽ വാഴുന്നു. നമ്മുടെ രാജാവായി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നമുക്ക് നൽകുന്നു. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ശാന്തിയുടെയും രാജാവാണ് ക്രിസ്തു. അവൻ വിശക്കുന്ന വയറുകൾക്ക് അന്നമായി, മുറിവേറ്റ ജീവിതങ്ങൾക്ക് ഔഷധമായി. ഇതാണ് യഥാർത്ഥ രാജാവിൻ്റെ അടയാളം. ത്യാഗസുരഫലമായ ജീവിതത്തിലൂടെ സ്വയം ഇല്ലാതെയായി മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ പ്രകാശമായും യേശുനാഥനിൽ കാർമ്മികരായ വൈദികരെയും നമ്മെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരുമയോടെയും ഭക്തിയോടെയും ഈ ദിവ്യബലി പങ്കുകൊള്ളാം, പ്രാർത്ഥിക്കാം.
സർവ്വലോക രാജനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹോത്സവം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബഹുമാനപ്പെട്ട വികാരി പോൾ സംഗേച്ചനും മറ്റുള്ള എല്ലാ വൈദികർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് വെട്ടുകാട് ഇടവക അംഗങ്ങളായ എല്ലാവർക്കും തിരുവനന്തപുരം അതിരൂപതയിലെ എല്ലാവർക്കും ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആണ്ടുകൂട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണെന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിച്ച് ഈ ആരാധനാക്രമ വർഷം അവസാനിച്ച് അടുത്ത ഞായറാഴ്ച നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് ക്രിസ്തുരാജനെ കാത്തിരിക്കുന്ന ആഗമന കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഓർക്കുന്ന മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു കുഞ്ഞു കവിതയുണ്ട്. അതിങ്ങനെയാണ് അതിൻ്റെ ചുരുക്കം: ഗ്രാമത്തിലെങ്ങും ഇരുട്ട് പരന്നു, സന്ധ്യയായി, ഞങ്ങളുടെ ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞു. ഇന്നിനി ഇങ്ങോട്ട് ആരും വരില്ല എന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി. പക്ഷെ ആരോ വിളിച്ചു പറഞ്ഞു, മഹാരാജാവ് എന്നിങ്ങോട്ട് എഴുന്നള്ളുന്നുണ്ട്. ഏയ്, ഇന്നിനി ആരും വരില്ല. ഞങ്ങൾ വാതിലുകളെല്ലാം അടച്ചു. കുറെ കഴിഞ്ഞപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം ഞങ്ങളൊക്കെ കേട്ടതാണ്. മഹാരാജാവാണ്, ആരോ പറഞ്ഞു. ഏയ്, രാജാവൊന്നുമല്ല, കാറ്റായിരിക്കാം. ഉറക്കപ്പിച്ചിൽ ഞങ്ങൾ മറുപടി പറഞ്ഞു. ഞങ്ങൾ ദീപങ്ങളെല്ലാം അടച്ചു. പാതിരാത്രിയായി. പെട്ടെന്ന് പെരുമ്പറ മുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദം. മഹാരാജാവിൻ്റെ തേരച്ചയാണ്. ആരോ വിളിച്ചു പറഞ്ഞു. ഏയ്, തേരച്ചയൊന്നുമല്ല, മേഘങ്ങളുടെ ഗർജനമാണ്. പാതിരാത്രി കഴിഞ്ഞു. പെട്ടെന്നതാ പെരുമ്പറ മുഴങ്ങുന്നു, കാഹളധ്വനി കേൾക്കുന്നു. എല്ലാവരും ഉണരുക, മഹാരാജാവിത പടിപ്പുര വാതിക്കലെത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പേടിച്ച് നെഞ്ചിൽ കൈവച്ചു പോയി. എന്താണിനി ചെയ്യുക? മഹാരാജാവിത പടിപ്പുര വാതിക്കലെത്തിക്കഴിഞ്ഞു. സിംഹാസനം എവിടെ? കൊടിതോരണങ്ങൾ എവിടെ? ആഘോഷങ്ങൾ എവിടെ? ഒന്നുമില്ല. മഹാരാജാവിത പടിപ്പുര വാതിക്കലെത്തിക്കഴിഞ്ഞു. വേഗം ഒരു കീറപ്പായെങ്കിലും കൊണ്ടുവന്ന് മുറ്റത്തേക്ക് വിരിക്കുക. മഹാരാജാവിത പടിപ്പുര വാതിക്കലെത്തിക്കഴിഞ്ഞു. ടാഗോറിൻ്റെ ഈ കവിതയിലൂടെ കടന്നുവരുന്ന മഹാരാജനെ കാത്തിരിക്കുവാൻ, ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ കവി നമ്മെ ക്ഷണിക്കുന്നു. ഇത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ നമ്മളോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. രാജാവായി, രാജാതിരാജനായി അവിടുന്ന് കടന്നു വരുമ്പോൾ ജാഗരൂകരായിരിക്കുന്നു. ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ക്രിസ്തുരാജനെ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മുടെ ഹൃദയങ്ങളുടെ രാജാവായിട്ടാണ് ഈശോ കടന്നു വരുന്നത്. ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ബലി ഭക്തിയോടെ നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എല്ലാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു. എന്റെ വലിയ പിഴ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
യേശുവേ സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കുവാനങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങേ വാഴ്ത്തിപ്പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സാമൂഹ്യന്റെ 2-ാം പുസ്തകത്തിൽ നിന്ന് അധ്യായം 5 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്രേ ഇസ്രായേലിനെ നയിച്ചത്. എന്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. കർത്താവിൻ്റെ വചനം. കർത്താവാണ്
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിനും കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്നുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നും ഉള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവന് സർവസമ്പൂർണതയിൽ നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹിക്കുക. അക്കാലത്ത് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ച് പറഞ്ഞു,
രക്ഷിച്ചു. ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു. നീ യഹൂദന്റെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. ഇവൻ യഹൂദന്റെ രാജാവ് എന്ന ഒരു വിഹിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുത്തില്ലേ, നീ അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പരദീസായി ആയിരിക്കും. കർത്താവിന്റെ വചനം. വിശുദ്ധിയായത് ഇത്രയും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ബലിയുടെ മുഖ്യ കാർമ്മികൻ റാഫിയച്ച, വികാരി പോൾസണിയച്ച, പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുരാജൻ്റെ മഹോത്സവം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ നേരുകയാണ്. 1920-കളിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തനും ധീരനുമായ രാജാവ് അല്ലെങ്കിൽ അധികാരി ആരാണ് എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്ന രാജ്യങ്ങൾക്കിടയിൽ അപ്രകാരം യുദ്ധങ്ങളും കോലാഹലങ്ങളും കൊടുമ്പരി കൊള്ളുന്ന ആ സമയത്ത് പരിശുദ്ധ പിയൂസ് 11 പാപ്പ ക്വസ് പ്രീമസ് എന്ന എൻസൈക്ലിൽ വഴിയായിട്ട് ക്രിസ്തുരാജൻ്റെ തിരുനാള് പ്രഖ്യാപിക്കുകയാണ്. 1925 ഈ തിരുനാള് ആഹ്വാനം ചെയ്യപ്പെടും. ഒരു പക്ഷേ പപ്പായുടെ മനസ്സിലുണ്ടായിരുന്നത് ക്രിസ്തുവിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിനെ രാജാവായി തങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ തിരുനാൾ പ്രഖ്യാപിച്ചത്. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്നും ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ട്രംപിൻ്റെ സ്ലോഗനം, അല്ലെങ്കിൽ മേക്കിംഗ് ഇന്ത്യ എന്നുള്ള മോദിയുടെ സ്ലോഗനമൊക്കെ ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുമ്പോഴും ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത്. ആരാണ് ഈ ലോകത്തിൽ വലിയവൻ, വലിയ അധികാരി, വലിയ രാജാവ് എന്ന് പ്രഖ്യാപിക്കുവാനായിട്ടുള്ള തിടുക്കത്തിലാണ് എല്ലാവരും. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തിരുനാളിന് വീണ്ടും പ്രാധാന്യമേറുകയാണ്. വീണ്ടും ക്രിസ്തുവിലേക്ക് തിരിയുവാനായിട്ട്, ക്രിസ്തുവിനെ രാജാവായി അംഗീകരിക്കുവാനായിട്ട് നമ്മളെ വീണ്ടും വിളിക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് ഈ തിരുനാൾ മാറുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ രാജനായി പ്രഖ്യാപിക്കുന്ന ഈ പുണ്യദിനത്തിന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്
ജോസഫ് അന്നക്കുട്ടി ജോസഫ് തൻ്റെ പുസ്തകമായ ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന പുസ്തകത്തിൽ തൻ്റെ മനോഹരമായ ഒരു അനുഭവം ഇപ്രകാരം പങ്കുവെക്കുന്നുണ്ട്. തൻ്റെ +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് മാറുകയാണ്. അങ്ങനെ ബാംഗ്ലൂരിലേക്ക് മാറി 1ാം സെമസ്റ്റർ പഠനമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ ജീവിതം നയിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് കുമ്പസാരിക്കുവാനായിട്ട് ഒരാഗ്രഹം ഉദിക്കണം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം, അതുകൊണ്ട് ഒന്ന് കുമ്പസാരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹം കൊണ്ട് തന്നെ അടുത്തുള്ള ഒരു സെമിനാരിയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. കുമ്പസാരിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടെ കടന്നു ചെല്ലുകയാണ്. അങ്ങനെ സെമിനാരിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ഉച്ച സമയത്ത് ആ റിസപ്ഷനിസ്റ്റ് ഇപ്രകാരം പറയുന്നത്, ഈ സമയത്താണോ കുമ്പസാരിക്കാനായിട്ട് വരുന്നത്? ഇപ്പോഴത്തെ ഇപ്രകാരം പറയുന്നത്, എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ വന്നുപോയതാണ്. ഏതെങ്കിലും വയസ്സായ അച്ഛനാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു അച്ഛനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കുമ്പസാരിക്കാമായിരുന്നു. ഇപ്പോഴത്തെ ഇപ്രകാരം പറയുന്നത്, റിസപ്ഷനിസ്റ്റ് ഇപ്രകാരം പറയുന്നത്, ഈ പള്ളിയിലേക്ക് ചെന്നിരിക്കുക, ഞാൻ അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിലും നോക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞ് അച്ഛന്മാരാരും വന്നില്ല എങ്കിൽ നീ തിരിച്ചു പോയിക്കോളണം. അങ്ങനെ ഈ ജോസഫ് ദേവാലയത്തിലേക്ക് ചെന്നിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ ഏടുകളും ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് ജോസഫ് തിരിഞ്ഞു നോക്കുന്ന വേളയിൽ വളരെ യുവത്വം കൊടുക്കുന്ന ഒരു വൈദികൻ തൻ്റെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. ന്യൂജൻ പിള്ളേർ പറയുന്നത് പോലെ, നീ സെറ്റാണ് കുമ്പസാരിക്കാനായിട്ട് എന്ന ചോദ്യവുമായി. അപ്പോൾ നിനക്ക് കുമ്പസാരക്കൂട്ടിലിരിക്കണോ അതോ ഇവിടെ ഇരിക്കണോ എന്നുള്ളത് ചോദ്യവുമായിട്ടാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ജോസഫ് പറയുന്നത്, സാധാരണ നമ്മൾ കുമ്പസാരിക്കുന്നത് കുമ്പസാരക്കൂട്ടിലാണത്. അപ്പോൾ അച്ഛൻ പറയുന്നത്, നിനക്ക് എവിടെയാണ് കംഫർട്ടബിൾ? മുട്ടുകുത്തി ഇരുന്ന് കുമ്പസാരിക്കാനായിട്ട് നിനക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് കുമ്പസാരക്കൂട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഈ ബംശിലിരുന്ന് തന്നെ നമുക്ക് കുമ്പസാരിക്കാം. അപ്പോൾ ജോസഫ് പറയുന്നത്, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കുമ്പസാരിക്കാം. അദ്ദേഹത്തിൻ്റെ കുമ്പസാരം ഇപ്രകാരം തുടരുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പാപമാണോ അല്ലയോ എന്നെനിക്കറിയില്ല. ഒരു പാപമാണോ അല്ലയോ എന്നെനിക്കറിയില്ല. വളരെ ആഗ്രഹത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെയാണ് എൻ്റെ +2 പഠനം ഞാൻ പൂർത്തിയാക്കിയത്. +2 പഠനത്തിൽ 92% മാർക്കോടുകൂടിയാണ് ഞാൻ പാസ്സായത്. വളരെ പ്രതീക്ഷയോടുകൂടെ എൻ്റെ ചേട്ടൻ ഒത്തിരി പൈസ മുടക്കി, നാട്ടിൽ ഒരുപാട് കോളേജുകൾ ഉണ്ടായിരുന്നിട്ട് ഒത്തിരി പൈസ ചിലവാക്കി എന്നെ ഇവിടേക്ക് പഠിക്കാനായിട്ട് വിട്ടത്. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ പ്രശ്നം? എന്താണ് നിൻ്റെ പ്രശ്നം? അപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി എന്നെ ഇവിടെ വിട്ടു, പക്ഷേ അതിന് ശരിയായ രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എനിക്കൊരു സംശയം. കാരണം ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയിൽ എനിക്ക് 55% മാർക്കേ ഉള്ളൂ. ആ റിസൾട്ട് വന്ന സാഹചര്യത്തിൽ കുടുംബക്കാരും ചേട്ടൻ്റെ കൂട്ടുകാരും ഒക്കെ ഒരുപാട് ഉപദേശിച്ചു, ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ ചേട്ടൻ മാത്രം ഒന്നും പറഞ്ഞില്ല. ചേട്ടൻ പറഞ്ഞു, ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ശരിയായിക്കൊള്ളുക. അപ്പോൾ ഇപ്പോഴൊരു കുറ്റബോധമുണ്ട്, ഇനിയെങ്കിലും ഒന്ന് ശരിയാക്കണം എന്നുള്ള കുറ്റബോധമുണ്ട്. ഇതിനകത്ത് ചോദിക്കുന്നത്, 2ാമത്തെ സെമസ്റ്ററിൽ നല്ല മാർക്ക് എടുത്തു, നന്നായോ? അപ്പോൾ ദിവസം പറയുന്നുണ്ട്, ഈ മരുന്ന ആഴ്ചയാണ് ആ ദിവസം. ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് 2ാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട്, ജോസഫ്, നീയും ഞാനും ഒരേ തോണിയിലാണ്. ഞാനും ഇവിടെ ക്രൈസ്റ്റ് കോളേജിൽ ഞാനും MA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അടുത്ത ആഴ്ച ഒരു പ്രസൻറ്റേഷനുണ്ട്. അത് എൻ്റെ പഠന കാലയളവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാനും ഇതുവരെ ഒരു വരി പോലും അതിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരേ തോണിയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയിട്ടും കൂടിയാണ്. ബൈബിളിൽ നമ്മൾ ഒരു ഉപമ ഇപ്രകാരം വായിക്കുന്നത്, മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരന്മാരുടെ ഉപമ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഉടമസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി തനിക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്കാരെ തിരയുകയാണ്.
അപ്പോൾ ആദ്യം കുറച്ച് ജോലിക്കാർ വരുന്നു, 2ാം പ്രാവശ്യം വരുന്നു, 3ാം പ്രാവശ്യം വരുന്നു, അങ്ങനെ അവസാനം വരുന്നവർ വരെയുണ്ട്. അങ്ങനെ അവസാനം കൂലി കൊടുക്കുവാനായിട്ട് സമയമായപ്പോൾ ആദ്യം വന്നവർ മുതൽ അവസാനം വന്നവർ വരെ അവൻ ഒരുപോലെ വേദന നൽകി. അപ്പോൾ ആദ്യം വന്നവർ പിറുപിറുക്കുന്നുണ്ട്, ഞങ്ങളെ അവസാനം വന്നവരോടൊപ്പം തുല്യരാക്കിയില്ല. അപ്പോൾ ഉടമസ്ഥൻ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്കുള്ളത് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ള തീരുമാനിക്കാനായിട്ടുള്ള അവസരം എനിക്കില്ല എന്നുള്ളത്. ഒരുപക്ഷെ ഇനിയും ഒരാഴ്ച കൂടി നമുക്ക് സമയമുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല വിജയം നേടാനായിട്ട് സാധിക്കും. അങ്ങനെ ജോസഫ് ചോദിക്കുകയാണ്, ഓക്കെ ശരി, എനിക്കിപ്പോൾ ഒരു ഊർജ്ജമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പരിഹാരം തന്നാൽ അച്ഛൻ പരിഹാരമായിട്ട് പ്രകാരം കൊടുക്കുന്നുണ്ട്. നിന്റെ ഉഴപ്പൊക്കെ നിർത്തി നീ പഠിക്കുക, ഇത് തന്നെയാണ് നിനക്കുള്ള പരിഹാരം. ആദ്യമായിട്ട് അപ്രകാരം ഒരു പരിഹാരം കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു വ്യത്യസ്തതയുമായിട്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ പരീക്ഷയിൽ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്നു. അദ്ദേഹത്തിന് 82% മാർക്ക് കിട്ടി. അങ്ങനെ വളരെ സന്തോഷത്തിൽ ഈ സന്തോഷം പങ്കുവെക്കാനായിട്ട് അച്ഛൻ്റെ പേര് വീണ്ടും സെമിനാരിയിലേക്ക് ജോസഫ് കയറി വരികയാണ്. റിസപ്ഷനിസ്റ്റിനെ വീണ്ടും കണ്ടുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപസാരിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം കാണേണ്ടത്, എനിക്കൊരു അച്ഛനെ കാണാം, അന്ന് ഉപസാരിപ്പിച്ച അച്ഛനെയാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ പറഞ്ഞ അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേരെനിക്കറിയില്ല. അന്ന് ഞാൻ ചോദിച്ചില്ല, അച്ഛൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ അച്ഛൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണെന്ന് മാത്രം അറിയാം. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പ്രകാരം പറയുന്നത്, ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരും എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പോയി പേര് കണ്ടുപിടിച്ചിടുക എന്നാലും ആവശ്യത്തിലാണ്. അല്പം വിഷമത്തോടുകൂടിയാണ് അദ്ദേഹം പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്ക് നടക്കുന്ന വേളയിൽ യുവാക്കൾ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊള്ളുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ യുവാക്കളുടെ ഇടയിലേക്ക് നോക്കുന്ന സാഹചര്യത്തിൽ ഈ അച്ഛനും ആ യുവാക്കളോടൊപ്പം ചേർന്ന് ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛനെ കണ്ട സന്തോഷത്തിൽ ഓടിച്ചെന്ന് അച്ഛനെ വിളിച്ചു. അച്ഛൻ അടുത്തേക്ക് വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാനത് കുമ്പസാരിക്കാനായിട്ട് വന്നതാണ്. ഞാൻ ജോസഫിനെ ഓർക്കുന്നില്ല. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായി ഇതിൻ്റെ പരീക്ഷ? ഇവിടെ ഈ പ്രകാരം പറഞ്ഞു, ഞാൻ 82% മാർക്കോടുകൂടി പാസ്സായി. ചേട്ടൻ ഒരുപാട് സന്തോഷമായി. ഇന്ന് നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നന്നായി, എന്തായാലും നീ നിന്റെ വാക്ക് പാലിച്ചുവല്ലോ, കർത്താവ് തന്നെ അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അച്ഛൻ തിരിച്ചു നടക്കാനായിട്ട് തുടങ്ങുന്ന വേളയിലാണ് ജോസഫിന്റെ മനസ്സിൽ വീണ്ടും ഓർമ്മ വരുന്നത്. അച്ഛനൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ജോസഫ് വീണ്ടും അച്ഛനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ പ്രസന്റേഷൻ എന്തായി? അപ്പോൾ അച്ഛൻ ഇപ്രകാരം പറയുന്നത്, ഞാൻ പ്രസന്റേഷൻ്റെ പൊട്ടി, ഇനി വീണ്ടും ചെയ്താൽ വീണ്ടും പഠനം തുടരാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവസാനം അന്നക്കുട്ടി ജോസഫ് ഇപ്രകാരം തൻ്റെ അനുഭവത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, അച്ഛന് ജയിക്കാൻ അറിയില്ല, ജയിപ്പിക്കാനായിട്ട് മാത്രമേ അറിയാവൂ. അച്ഛന് ജയിക്കാൻ അറിയില്ല, പക്ഷേ ജയിപ്പിക്കാനായിട്ട് മാത്രമേ അറിയാവൂ. ഒരുപക്ഷെ ക്രിസ്തുരാജിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് തന്നെയാണ് എനിക്കും പറയുവാനായിട്ടുള്ളത്. ജയിക്കാൻ അറിയാത്ത, ജയിപ്പിക്കുവാൻ മാത്രം അറിയുന്ന ക്രിസ്തു. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവാസത്തിന് ശേഷം സാത്താൻ യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പ്രകാരം പറയുന്നുണ്ട്, നീ ഈ കല്ലിനെ അപ്പമാക്കാനായിട്ട് പറയും. വളരെ വിശുദ്ധം പറഞ്ഞ് വരുന്ന ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് സാത്താൻ പറയുന്നുണ്ട്, നീ ഈ കല്ലിനെ അപ്പമാക്കാനായിട്ട് പറയും. ഇവിടെ യേശു പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്നാൽ പിന്നീട് തൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയ ജനങ്ങളെ കണ്ട് അനുകമ്പ തോന്നിയ ക്രിസ്തു 5 അപ്പവും 2 മത്സ്യവും അവർക്കായിട്ട് വർദ്ധിപ്പിച്ച് വീതിച്ചു നൽകുകയാണ്, അവരുടെ വിശപ്പകറ്റുവാനായിട്ട്. വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനായിട്ട് പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഇവിടെ പാപിനിയാണ്, ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് മോശ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ യേശുനാഥൻ പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ, പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. അങ്ങനെ എല്ലാവരും കല്ലുകൾ ഉപേക്ഷിച്ച് പോകുമ്പോഴും യേശു തലയുയർത്തി അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരും ശിക്ഷയ്ക്ക് വിധിച്ചില്ലേ?
അപ്പോൾ അവളില്ല എന്ന് പറയുമ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാനും നിന്റെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞത്. സ്വയം കുറ്റമറ്റവനായിരുന്നിട്ട് ചെയ്തിട്ടില്ലാത്ത കുറ്റത്തിന് വേണ്ടിയായിട്ട്, നമുക്ക് വേണ്ടിയായിട്ട് അവൻ സ്വന്തം ജീവിതം കാൽവരിയിൽ യാഗമായിട്ട് നൽകി. വീണ്ടും ദേവാലയ ശുദ്ധീകരണ വേളയിൽ ദേവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും ചാട്ടവാറെടുത്തുകൊണ്ട് അവൻ ആട്ടിപ്പായിച്ചപ്പോഴും പിന്നീട് അവരെ പിടിച്ചു കൊണ്ടുപോകുവാനായിട്ട് വരുന്നവരുടെ മുമ്പിൽ പ്രതിരോധിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പത്രോസ് അവരോട് നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്, വാള് ഉറയിലെടുക്കും, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങൾ. അവസാനം കുരിശിൽ കിടക്കുമ്പോൾ തന്നോടൊപ്പം അപ്പുറത്ത് കുരിശിൽ കിടക്കുന്ന വലതുവശത്തെ കുരിശിലെ ആ കള്ളൻ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി കുരിശിലായിരിക്കുമ്പോഴും മരണക്കിടക്കയിലായിരിക്കുമ്പോഴും അവൻ പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. ഒരുപക്ഷെ ജയിക്കുവാൻ അറിയാത്ത, ജയിപ്പിക്കുവാനായിട്ട് മാത്രം അറിയുന്ന ക്രിസ്തുവിനെ ഇന്നേ ദിവസം നമ്മൾ ഓർമ്മിക്കുകയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഓർത്തിണക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ജീവിതത്തിൽ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി ജനങ്ങൾ, ഒത്തിരി മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ജയിപ്പിക്കുവാനായിട്ട് സ്വയം തോറ്റവരായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ തിരുനാളും നമ്മളെ ക്ഷണിക്കുന്നത് അതിലേക്ക് തന്നെയാണ്. ഭൂമിയിലെ രാജാക്കന്മാരും ചക്രവർത്തികളും രാജസദസ്സുകളും കൊട്ടാരങ്ങൾക്കുമിടയിലും തങ്ങൾക്കൊരു സ്ഥാനം കെട്ടിപ്പടുത്തുവാനായിട്ട് ശ്രമിക്കപ്പെടും. മനുഷ്യഹൃദയങ്ങളിൽ ഇടം തേടിയവനാണ് ക്രിസ്തു. തൻ്റെ രാജ്യം ഐഹികമല്ല, എന്നാൽ എൻ്റെ രാജ്യം നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്തുനാണ്. അതായത് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ, പേപ്പറിൻ്റെ താളുകളിലൂടെ ചരിത്രം എഴുതുവാനായിട്ട് പരിശ്രമിക്കാതെ ഹൃദയത്തിൻ്റെ താളുകളിലൂടെ ചരിത്രം എഴുതുവാനായിട്ട് പരിശ്രമിച്ചു. ഇത് ക്രിസ്തുവിൻ്റെ തിരുനാള് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ ഇടയിൽ സിംഹാസനത്തിലിരിക്കുന്ന രാജാവല്ല ക്രിസ്തു, മറിച്ച് തോളുകളിൽ കുരിശ് ചുമന്നുകൊണ്ട് നമ്മോടൊപ്പം നടക്കുന്ന രാജാവാണ് ക്രിസ്തു. അതുകൊണ്ട് ജയിക്കാൻ അറിയാത്ത, ജയിപ്പിക്കുവാനായിട്ട് മാത്രം അറിയുന്ന ആ ക്രിസ്തുവായ രാജനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനങ്ങളിൽ ഇരുത്താം. നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.